ടെക്യു മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ഫോണിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിൽ വേറെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് മാത്രമാണ്. ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി തന്നെ വാച്ച് ചെയ്യുക. ശേഷം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ആദ്യമേ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെറ്റിംഗ്സിൽ ഏറ്റവും സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ എല്ലാ ഫോണിലും ഡിഫോൾട്ടായിട്ട് തന്നെ നമുക്ക് എബോട്ട് ഡിവൈസസ് കാണാൻ സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എബോട്ട് ഡിവൈസസ് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ബിൽറ്റ് ഇൻ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ ബിൽറ്റ് ഇൻ നമ്പർ നിങ്ങൾ കുറച്ച് വശം ടാപ്പ് ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 6 ടൈംസ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എത്ര വശം ടാപ്പ് ചെയ്യണം, എത്ര ടാപ്പ് ചെയ്താലാണ് ഇനാബിൾഡ് ആകുക എന്നൊക്കെ കാണിക്കും അവിടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇനാബിൾഡ് ആയെന്ന മെസ്സേജ് വന്നു. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്പേഴ്സ് മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ വിൻഡോസ് ആനിമേഷൻ സ്കെയില്, ട്രാൻസിഷൻസ് ആനിമേഷൻ സ്കെയില്, ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്നൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിത് ഓൾറെഡി ഓഫാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണ് കമ്പനി അനുസരിച്ച് അത് ചിലപ്പോൾ 0.5x അല്ലെങ്കിൽ 1x ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഓഫ് ചെയ്തു. അപ്പം ഇതിന് ശേഷം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ ബാക്ക് വരിക. അപ്പോൾ ഞാനിവിടെ ബാക്ക് പോവുകയാണ്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാംഗ്വേജാണ് ഇൻപുട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എവിടെയാണോ നിങ്ങളുടെ ലാംഗ്വേജാണ് ഇൻപുട്ട് കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ്/ട്രാക്ക് പാഡ് അവിടെ നിങ്ങൾക്ക് പോയിൻ്റർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ ടച്ച് ചെയ്യുന്ന സ്പീഡൊക്കെ സെറ്റാക്കാൻ പറ്റുന്ന അത് നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. അതിനുശേഷം നിങ്ങൾ വേറെ ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ട്രിക്ക് നോർമലി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഫോണുകളൊക്കെയാണ്. നല്ല റാം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ള നല്ല ഫോണുകളാണ്. പിന്നെ ഒരിക്കലും വൈറസൊക്കെ ഇൻഫെക്റ്റ് ചെയ്ത ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്ന വേറെ ഒരു വീഡിയോയിൽ ഞാൻ വരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.